ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മോളിവുഡ് സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു വർഷമായിട്ട് 2024 മാറുന്നു എന്നതിന്റെ തെളിവാണല്ലോ ഈ 2024 100 ദിവസങ്ങൾ കടന്നു പോകുമ്പോഴുള്ള വിഷു ഈദ് സിനിമകളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വർഷങ്ങൾക്ക് ശേഷം ആവേശം, ഒപ്പം തന്നെ ജയ് ഗണേഷ് എന്നീ 3 മലയാളം സിനിമകളും പോസിറ്റീവ് നേരിടുത്ത ദിവസമായിട്ട് ഇന്ന് ഏപ്രിൽ 11 മാറിയിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യം പോസിറ്റീവ് അഭിപ്രായം നേരിടുത്ത സിനിമ. ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിട്ട് കൂടി തിയേറ്ററുകൾ എത്തിയ സിനിമയാണ്. സിനിമയ്ക്കുള്ളിലെ കഥ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ സിനിമ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ജയ് ഗണേഷ് എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത ഈ ഫാന്റസി ത്രില്ലർ സിനിമയ്ക്കും പോസിറ്റീവ് അഭിപ്രായങ്ങൾ ആദ്യ ദിവസം നേരിടുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ജയ് ഗണേഷ് വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളെക്കാൾ വമ്പൻ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഫഹദിന്റെ ആവേശം എന്ന സിനിമയാകട്ടെ മറ്റൊരു പോസിറ്റീവ് അഭിപ്രായം ലഭ്യമാകുന്ന ഇന്ന് ദിവസത്തിലെ മൂന്നാമത്തെ സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈദ് വിഷു റിലീസുകളിൽ ഏറ്റവും കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമ കൂടിയാണ് ആവേശം. ഒരു പക്ക മാസ് ആക്ഷൻ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് ആവേശം. ഇന്നേ ദിവസം 3 സിനിമകൾ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കുക മാത്രമല്ല, ഫഹദിന്റെ ആവേശം എന്ന സിനിമയിലെ രംഗ എന്ന കഥാപാത്രമാണെങ്കിലും നിവിൻ അവതരിപ്പിച്ച വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ നിതിൻ മോളി എന്നൊരു കഥാപാത്രമാണെങ്കിലും നമ്മുടെ പ്രേക്ഷകർ വാനോളം വാഴ്ത്തുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. 2 കഥാപാത്രങ്ങളും വളരെ മികച്ച എനർജറ്റിക് പ്രകടനമാണ് 2 സിനിമകളിലും കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ നിതിൻ മോളി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഒരു നടനായിട്ട് താരമായിട്ട് തന്നെയാണ് എത്തുന്നത്. നിവിനാണെങ്കിലും ഒപ്പം തന്നെ ഫഹദ് ആണെങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷം മോളിവുഡ് ബോക്സ് ഓഫീസിൽ വേറെ ലെവൽ തരംഗത്തിലേക്ക് പോകുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 2 സിനിമകളുടെയും ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ പോലും ഈ പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ 2 മലയാളം സിനിമകൾക്കും ഇഞ്ചോടിഞ്ച് ബുക്കിംഗ് ആണ് കേരള ബോക്സ് ഓഫീസിൽ നടക്കുന്നത്. ബുക്ക് മൈ ഷോ റിപ്പോർട്ടുകൾ പ്രകാരം 10,000-ലധികം ടിക്കറ്റുകൾ 2 സിനിമകൾക്കും കഴിഞ്ഞ മണിക്കൂറിൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ മൂന്നാമത്തെ സിനിമയായ ജയ് ഗണേഷ് എന്ന സിനിമയ്ക്ക് ഇനിയും ബുക്കിംഗിന്റെ കാര്യത്തിൽ ഒരു ട്രാക്കിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഫാസ്റ്റ് ഫിലിം ഷോസിനെല്ലാം തന്നെ തുടക്കമിട്ട് തുടങ്ങിയിട്ടുണ്ട് ജയ് ഗണേഷ്. എങ്കിൽ പോലും മറ്റ് 2 സിനിമകളോടൊപ്പം സിനിമ ബോക്സ് ഓഫീസിൽ നിറഞ്ഞാടുമോ എന്നാണ് അടുത്ത ദിവസങ്ങളിൽ നാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ജയ് ഗണേഷ് വർഷങ്ങൾക്ക് ശേഷം ആവേശം ബോക്സ് ഓഫീസ് പോരാട്ടമാണ്. കാത്തിരിക്കും 3 സിനിമകളുടെയും ബോക്സ് ഓഫീസ് കണക്കുകളെല്ലാം തന്നെ അറിയാനായിട്ട്.